കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ചൊരു പദ്ധതിയായിരുന്നു കേരയിൽ പദ്ധതി. അർദ്ധ അതിവേഗ തീവണ്ടിപ്പാത. ഇപ്പൊ കേരളത്തിൽ ഏറ്റവും വലിയ തിരക്കുള്ള യാത്രാ മേഖലയാണ് തീവണ്ടി ഗതാഗത മേഖല. വലിയ തിരക്കാണ്, ഒറ്റ തീവണ്ടിയും തികയുന്നില്ല. അതിനിടയിൽ പുതിയൊരു തീവണ്ടി ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവന്നു, വന്ദേ ഭാരത്. ഇതുവരെ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടികളിൽ ഏറ്റവും സൗകര്യപ്രദമായ ഒരു തീവണ്ടിയാണ്. അത് വന്നപ്പോഴാണ് ആളുകൾ മേലോട്ട് പോകുന്നത്. ശരാശരി 85-88 കിലോമീറ്റർ വേഗതയിൽ അത് ഓടുമ്പോൾ കുറച്ച് വേഗതയിൽ എത്താൻ പറ്റുന്നുണ്ട്. 160 കിലോമീറ്റർ വേഗതയിൽ ഓടുന്നതായിരുന്നു കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ച അർദ്ധ അതിവേഗ തീവണ്ടി പാതയിലൂടെ ഓടുന്ന തീവണ്ടിയുടെ സ്പീഡ്. അപ്പോൾ വന്ദേ ഭാരതിൽ ഇപ്പോൾ എത്തുന്ന ദൂരം അതിന്റെ പകുതി സമയം കൊണ്ടെത്താവുന്ന ഒരു തീവണ്ടിപ്പാത ഉണ്ടാക്കാനാണ് കേരളം ശ്രമിച്ചത്. സമരം ചെയ്തും ആക്ഷേപം പറഞ്ഞും അതിനെ മുടക്കിയില്ല കോൺഗ്രസ്. കേന്ദ്ര ഗവൺമെന്റ് അനുമതി ഒന്നില്ല. എന്ത് രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇവർ നടത്തുന്നത്? ജനങ്ങൾക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയ പ്രവർത്തനം എന്താ? ഇതുപോലെയാണ് ഓരോ വികസന പദ്ധതിയോടും കേരള ഗവൺമെന്റ് കാണിക്കുന്ന കോൺഗ്രസ് എംപിമാരും UDF എംപിമാരും കാണിക്കുന്നത്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം കഴിഞ്ഞ 9 വർഷമായി ഇന്ത്യ രാജ്യത്തിന് മാതൃകയായ ഒരു ഭരണമായി മാറിയിട്ടുണ്ട്. എന്തെല്ലാം മറച്ചു വെക്കാൻ ശ്രമിച്ചാലും ജനങ്ങൾക്കിടയിൽ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചത് മുന്നോട്ട് പോവുകയാണ്. ഇപ്പൊ പൊതുവായ സംസാരം എന്താ എല്ലാവർക്കിടയിൽ? അന്തരീക്ഷം മാറി, LDF തന്നെ വീണ്ടും വരാൻ പോകുന്നു എന്ന് മറുമുന്നണിയിൽ പരസ്പരം പറയാൻ തുടങ്ങി. LDFന് തന്നെയാണ് അവസരം കിട്ടാൻ പോകുന്നതെന്ന് പലരും പറയാൻ തുടങ്ങി. എല്ലാവരുടെ മനസ്സിലും അത് ശക്തിപ്പെടാൻ തുടങ്ങി. അപ്പൊ LDF വിരുദ്ധന്മാരെല്ലാം കൂടി LDFനെതിരായി അപവാദങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. പല വിധത്തിലുള്ള അപവാദങ്ങൾ. അതിന്റെ മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് യൂത്ത് കോൺഗ്രസുകാർ. 1, 2, 3 കൂട്ടിച്ചേർത്ത് കേരളത്തിൽ നിയമവാഴ്ചയില്ല, ക്രമസമാധാന പാലനമില്ല, ഇങ്ങനെ പോലീസാകെ അക്രമികളാണെന്ന് വരുത്തി തീർക്കാൻ എന്താണ് ഇത്ര താല്പര്യം? തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അധിക്ഷേപിക്കുക, ജനങ്ങൾക്കിടയിൽ ഒരു ഇമേജ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തെ വികസിത കേരളമാക്കി അർദ്ധവികസിത യൂറോപ്യൻ രാജ്യങ്ങളുടെ ജീവിത നിലവാരമുള്ള ഒരു സ്റ്റേറ്റാക്കി വികസിപ്പിച്ചെടുത്ത ഈ സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണെന്ന് ആർക്കും മനസ്സിലാക്കാൻ പറ്റും. അതിനെ തകർക്കാൻ ഒരു നിലയിലും കഴിയില്ല.